ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ NH 66 മലപ്പുറം ജില്ലയിലെ ഇതുവരെയുള്ള വർക്ക് പ്രോഗ്രസ്സാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ തൃശ്ശൂർ ജില്ലയുടെയൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സർവീസ് റോട്ടിൽ കൂടെ കണ്ട് കയറിയിട്ട് പാലപ്പെട്ടി സ്റ്റാർട്ടിങ്, അതായത് മലപ്പുറം ജില്ലയുടെ സ്റ്റാർട്ടിങ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലപ്പെട്ടിയാണ്. അവിടുത്തെ റോട്ടിലേക്ക് മെയിൻ ഹൈവേയിലേക്ക് കയറിയൊക്കെയാണ്. കണ്ടാ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 100% പണികൾ കഴിഞ്ഞ്, അതായത് ഉദ്ഘാടനത്തിന് കാത്തു കിടക്കുകയാണ്. കണ്ട എല്ലാ ലൈനും ട്രാക്ക് വരയ്ക്കൽ കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ ഡിവൈഡറുമേലൊക്കെ പെയിൻറ്റിങ്ങും കൂടാതെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ വരെ പിടിച്ച് 100% പണികൾ കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിനായിട്ട് കിടക്കുന്ന റോഡാണ് ഇപ്പോൾ ഈ കാണുകൊണ്ടിരിക്കുന്നത്. അതായത് പാലപ്പെട്ടി ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ബ്രിഡ്ജാണ് കാണുന്നത്. ബ്രിഡ്ജ് കയറി അതാണ്. പക്ഷെ അതൊന്നും അറിയില്ല നമുക്ക്, ബ്രിഡ്ജാണോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും സൂപ്പറായിട്ടുള്ള റോഡാണ് ഇപ്പോൾ ഈ പണി കഴിഞ്ഞ് കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ എല്ലാ വാഹനങ്ങളും കടത്തി വിടുന്നുണ്ട് കേട്ടോ. അത് കാരണം തന്നെ എല്ലാ വാഹനങ്ങളും നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു പോർഷനാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജ് എത്തുന്നതിനായിട്ട് മുന്നെയാണ് ഇതേമാതിരി മഞ്ഞയും ബ്ലാക്കും ഉണ്ട് വെച്ചെങ്കിൽ അത് ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനായിട്ടാണ് കാണേണ്ടത്. ഒരുവിധം എല്ലാ ഓവർ ബ്രിഡ്ജുകൾക്കും തന്നെ ഇതേമാതിരി സർവീസ് റോട്ടിൽ നിന്ന് കയറാനും സർവീസ് റോട്ടിലേക്ക് ഇറങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഇതേമാതിരി മഞ്ഞയും ബ്ലാക്കും അടിച്ചിട്ടുള്ള പോർഷനിലൂടെ നമുക്ക് പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഏകദേശം പുതിരുത്തി കഴിഞ്ഞു. വെളിയങ്കോട് സിറ്റിയുടെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ വെളിയങ്കോട് സിറ്റിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇത് കുറച്ചുകൂടി ഉയരത്തിലുള്ള റോഡാണ് ഇപ്പോൾ അവിടെ. കാരണം 2 ഓവർ ബ്രിഡ്ജുകൾ കണക്ട് ചെയ്തിട്ടാണ് വെളിയങ്കോട് സിറ്റിയിൽ കൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വെളിയങ്കോട് സിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും ഹൈറ്റിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. മലപ്പുറം ജില്ലയുടെ 98% പണി കഴിഞ്ഞെന്ന് തന്നെ പറയാം. കുറച്ച് അപ്രോച്ച് റോഡുകളുടെ പണികളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാലൻസ് വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഏകദേശം പുതുവന്നാനിയിലേക്ക് എത്തായില്ല. അതായത് പുതുവന്നാനി ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ പുതുവന്നാനി പഴയ ബ്രിഡ്ജിൻ്റെ പണികളാണ് കുറച്ച് ബാലൻസ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നുള്ളൂ. അവിടെ ഒരു 2 ട്രാക്കാണ് കാണുന്നുള്ളൂ. ഇപ്പോൾ പുതിയ ബ്രിഡ്ജ് 3 ട്രാക്ക് ഉണ്ട് വെച്ചെങ്കിൽ പഴയ ബ്രിഡ്ജ് 2 ട്രാക്ക് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അതിപ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. റിട്ടേൺ തിരിച്ചു വരുമ്പോഴേ ആ റോഡ് കാണാൻ പറ്റുള്ളൂ. ഈ റോട്ടിൽ കൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഉണ്ട് കത്തിച്ച് പോവാണ് കേട്ടോ. അത് ട്രാക്കൊന്നും അവർ ശ്രദ്ധിക്കുന്നത് തന്നെ ഇല്ല. സ്ലോ ട്രാക്കിലൊക്കെ ഓവർടേക്ക് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി ചാലു ആയേക്കണം. ഇത് പൊന്നാനി കഴിഞ്ഞ് ചെമ്പ്രവട്ടം എത്താറാകുമ്പോൾ കണ്ട ഇവിടെ ഒരു സ്പീഡ് ഒക്കെ കാണിക്കുന്ന ഒരു മോണിറ്ററൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഓരോ ട്രാക്കിൻ്റെയും സ്പീഡ് അറിയാൻ പറ്റുന്ന മോണിറ്ററൊക്കെയാണ് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊന്നും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാക്കിലെ സ്പീഡും ആ മോണിറ്ററിൽ എഴുതി കാണിക്കും. അതാണ് ആ മോണിറ്ററിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ഞങ്ങൾ പൊന്നാനി നമ്മളെ ബസ് സ്റ്റാൻഡൊന്നും ഇത് ടച്ച് ചെയ്യില്ല. അതായത് MES കോളേജിന് കുറച്ച് മുന്നേ ആയിട്ട് റൂട്ട് മാറി അത് പൊന്നാനി ടൗൺ ടച്ച് ചെയ്യാതെ ചെമ്പ്രോട്ടം ജംഗ്ഷൻ വഴി കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെമ്പ്രോട്ടം ജംഗ്ഷൻ എത്താറായിരിക്കണം ഉണ്ടാ. പക്ഷേ ചെമ്പ്രോട്ടം ജംഗ്ഷനൊന്നും നമുക്ക് ഈ ഹൈവേയിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല. അത്രയും ഹൈറ്റിൽ കൂടെയാണ് ഈ വാഹനം പോവുക. ഇതുണ്ട ഇവിടെ കുറച്ചൊരു പോർഷൻ ഒന്നും ശരിയാവുന്നുണ്ട്. കണ്ട അവിടെ ആ ഡിവൈഡറിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. അത് വളരെ കുറച്ച് ചെറിയൊരു ജസ്റ്റ് ഒരു ദിവസത്തെ പണി പോലും ഉണ്ടാവില്ല ഒരു 10 ആൾക്ക്. അത്രയും കുറച്ച് പണികൾ അവിടെ കഴിയാനുള്ളൂ. കണ്ട അവിടെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അവിടെ ഒരു പഴയ ബ്രിഡ്ജും ഒരു പുതിയ ബ്രിഡ്ജും ഉണ്ട്. ഇപ്പോൾ ആ പഴയ ബ്രിഡ്ജ് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അത് പുതിയ ബ്രിഡ്ജിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പഴയ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു പോർഷൻ മാത്രം പണി കഴിഞ്ഞിട്ടില്ല. അതവൻ്റെ അവിടെ പെയിൻറ്റിങ് അല്ല വെച്ചെങ്കിൽ ട്രാക്ക് വരയ്ക്കലും ഒന്നും കഴിഞ്ഞില്ല. ഒരു കുറച്ച് ദൂരം അങ്ങനെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്രോട്ട ജംഗ്ഷൻ എത്തുന്നതായിട്ടൊക്കെ മുന്നേ കുറച്ചൊരു പോർഷനിലാണ് ഇതുള്ളത്. കണ്ട ഈ ഒരു പോർഷൻ മാത്രമാണ് ഒന്ന് ഇതായിട്ടില്ല. ഇനി രണ്ടാമതും കണ്ട കറക്റ്റായി. ഇനി ഇപ്പോൾ ട്രാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 100% പണികൾ കഴിഞ്ഞ ഒരു റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തന്നെ കുറേ ഏരിയയിലൊക്കെ ഇതേമാതിരി ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറ്റിപ്പുറം വരെ ഇതേമാതിരി പോകാം. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജിൻ്റെയൊക്കെ നമുക്ക് ഓപ്പണായി തന്നിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല വെച്ചെങ്കിലും നമുക്ക് വാഹനങ്ങളായിട്ട് പോകാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ് വളാഞ്ചേരി എത്തുന്നത് വരെ നമുക്ക് ഇതേമാതിരി തന്നെ പോകാൻ പറ്റും. പക്ഷേ വളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളാഞ്ചേരി പുതിയ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പുതിയ വരുന്ന റോഡിൽ കൂടെ നമുക്ക് പോകാൻ ഇതുവരെ അവർ അലൗഡ് ആയിട്ടില്ല. അതായത് വളാഞ്ചേരി ടൗൺ ടച്ച് ചെയ്തിട്ട് തന്നെ പോകണം ഇപ്പോഴും. പക്ഷേ അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിൽ കൂടെ വിടുള്ളൂ. അതുവരെ അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് അറിവ്. അതേമാതിരി വളാഞ്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേമാതിരി പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ വിടുന്നുള്ളൂ. പക്ഷേ പണി കഴിഞ്ഞ് എടുക്കുന്നുണ്ട് എല്ലാ ബ്രിഡ്ജുകളിലേക്ക്.
ഇതാ ഇവിടെ ഓൾറെഡി സൈൻ ബോർഡുകളൊക്കെ വെച്ച് കണ്ട കണ്ണൂർ കോഴിക്കോട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡുകൾ ഓൾറെഡി പണി കഴിഞ്ഞത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞേക്കുന്നു ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ NH 66 റോഡുകളിലെ പണികളൊക്കെ എല്ലാതും ഒരുവിധമൊക്കെ ഇതേമാതിരി തന്നെയാണ്. 100% തന്നെ പണി കഴിഞ്ഞ് കിടക്കുകയാണ്. അത് ഉദ്ഘാടനം കാത്ത് കിടക്കുകയാണെന്ന് വേണമെച്ചാൽ പറയും. ഈ മെയിൽ ഉദ്ഘാടനം ഉണ്ടാവുമെന്നൊക്കെ ആദ്യം പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ഒരു അറിവുമില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് വളാഞ്ചേരിയിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു വലിയൊരു വയോഡക്റ്റ് ഉണ്ട്. അതായത് ആ പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തു കൂടെ പോകുന്ന വലിയൊരു ബ്രിഡ്ജുണ്ട്, ഒരു വലിയ വയോഡക്റ്റ്. പക്ഷേ അങ്ങോട്ടൊന്നും ഇപ്പോൾ നമ്മളെ കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളാഞ്ചേരി ടൗണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു വളവുണ്ട്. ആ വളവിൽ സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരു ഏരിയയാണ്. ആയിക്കൂടെയൊക്കെ പാസ് ചെയ്ത് പോണ വലിയ ഓവർ ബ്രിഡ്ജാണ്, ഭയങ്കര ഹൈറ്റിൽ കൂടെ. പക്ഷേ അതൊന്നും ഇതുവരെ ഓപ്പണായി കൊടുത്തിട്ടില്ല. അതൊക്കെ ഉദ്ഘാടനത്തിന് ശേഷം മാത്രമേ ഓപ്പണായി കൊടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഇതേമാതിരി മലപ്പുറം ജില്ലയിലത്തെ റോഡുകൾ കാണിക്കുന്നില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കാരണം എല്ലാ റോഡും ഒരേമാതിരിയാണ്, ഇതേമാതിരി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.